എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുറച്ച് പേരെങ്കിലും ചോദിച്ച സഫ്രോൺ വെച്ചിട്ട് എങ്ങനെ ഒരു ഫേസ് ക്രീം ഉണ്ടാക്കിയെടുക്കാമെന്ന്, അത് ആ ഒരു ഫോമുലയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നുകാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഓയിലുകൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന് മുമ്പ് ചെയ്ത എനിക്ക് തോന്നുന്നു 1, 2, 3 ഫോമുല ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിലെല്ലാം കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു കാര്യം, അതായത് എല്ലാ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ അധികം ഓയിൽ യൂസ് ചെയ്യാതെ ഓയിലിന് പകരം വേറൊരു കാര്യം യൂസ് ചെയ്തത്, അത് ഞാൻ ഫോമുല പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒപ്പം പറഞ്ഞു പോകും. ഞാൻ ഇതിന് മുൻപുള്ള ക്രീമുകൾ ചെയ്തപ്പോൾ അതിലൊന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോൺ കോമജനിക് ആൻഡ് കോമജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോമജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോൺ കോമജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതായത് പോർസ് അടച്ചു കളയേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾക്ക് ആദ്യം വാട്ടർ ബേസ് പ്രിപ്പയർ ചെയ്യണം. വാട്ടർ ബേസിന് നമുക്ക് വെള്ളം വേണം, അതുപോലെ തന്നെ ഗ്ലിസറിൻ, സന്താൻകം തിക്നെസ് കൂടാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലാണ് ഇത് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ എക്സ്ട്രാക്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, സഫ്രോൺ വെള്ളമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 4 സ്ട്രാൻഡ്സ്, എനിക്ക് കിട്ടിയത് ഇത്തിരി പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടിപ്പോയി. മാക്സിമം 3 മതിയാവും. ഇത്തിരി നീളത്തിലുള്ളതാണെങ്കിൽ, സ്ട്രാൻഡ്സ് ഇത്തിരി നീളമുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 3 മാക്സിമം മതിയാവും. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ഫിൽട്ടർ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഗ്ലിസറിൻ, അതുപോലെ തന്നെ സാന്താൻകം 0.10 ഗ്രാം മതി. അത് നമ്മൾ തന്നിട്ട് അതിൽ നന്നായിട്ട് സാന്താൻകമിൽ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ട് അതിലേക്ക് വാട്ടറിലേക്ക് ഒഴിക്കണം. കാരണം അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി തിക്നെസ് കൂട്ടാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി ഓയിൽ ഫേസിൽ നമ്മൾ യാതൊരു ടൈപ്പ് കരിയർ ഓയിൽസും നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് നോൺ കോമജനിക് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൽ ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടാവും, ഒലീവ് സ്ക്വലൈൻ എന്ന് പറയുന്ന ഒരു സാധനം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഓയിലുകൾ, ഇപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ ആയിക്കോട്ടെ, കോക്കനട്ട് ഓയിൽ, സൺഫ്ലവർ ഓയിൽസ്, എല്ലാ ഓയിൽസിലും ഫാറ്റ്സ് ആൻഡ് ഡ്രൈക്ലിസൈഡ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതാണ് നമുക്ക് ഈ ഓയിലിന് തിക്നെസ് കൂട്ടുന്നതും ചിലവർക്ക് അത് ഈ മുഖക്കുരു കൊണ്ടുവരുന്നതൊക്കെ. അത് ഇല്ലാത്ത നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം അതിനോട് സിമിലർ ആയിട്ടുള്ള ഒന്നാണെന്ന്, വളരെ വാട്ടറി ആയിട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ശരീരത്തിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെനിട്രേറ്റ് ചെയ്യും. നമ്മുടെ ഓയിലുകളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലൊന്നും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പെനിട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നന്നായിട്ട് മസാജ് ചെയ്ത് സ്കിന്നൊക്കെ ചൂടായാൽ മാത്രമേ നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അബ്സോർബ് ചെയ്യും, മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുകയും ചെയ്യും. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഇതിനു മുൻപ് ചെയ്ത ഫോമുലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി കൂളിംഗ് പീരീഡിൽ ആഡ് ചെയ്യേണ്ടത് അലോവേര ജെല്ല്, ടീ ട്രീ ഓർ റോസിപ്പ് ഓയിൽ. റോസിപ്പ് ഓയിൽ ഉപയോഗിക്കേണ്ടത് നോർമൽ സ്കിന്നുള്ളവർ, അധികം മുഖക്കുരു പ്രശ്നങ്ങളില്ലാത്തവർ. ടീ ട്രീ ഓയിലാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരു കൂടുതലുള്ളവർ. അത് പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാം, 3% വരെയൊക്കെ അതിൽ യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് അലോവേര ജെൽ ഒന്ന് കുറച്ച് കൊടുക്കാം. അതുപോലെ ഗ്ലിസറേറ്റ് കുറച്ച് കൊടുക്കാം. ഗ്ലിസറേറ്റ് 3% വേണ്ട. നല്ല മുഖക്കുരു ഉള്ളവർക്ക് ഗ്ലിസറേറ്റ് 1% ഒക്കെ ധാരാളം മതിയാവും. പിന്നെ നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ ഓയിലാണ് ഫ്രാങ്കിൻസെൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ, അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓയിലുകൾ ഉപയോഗിച്ച് കൊടുക്കാം. ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം, പക്ഷേ എസൻഷ്യൽ ഓയിലുകൾക്കാണ് എപ്പോഴും സ്കിന്നിന് ഗുണം ചെയ്യുക. എസൻഷ്യൽ ഓയിലുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഭയങ്കര സെൻസിറ്റീവാണ്. സ്കിന്നിനൊക്കെ ഭയങ്കര ഡാമേജ് കൊണ്ട് അതിൻ്റെ പെർസെൻറ്റേജ് വളരെ ലോ പെർസെൻറ്റേജ്, എത്ര പെർസെൻറ്റേജ് വരെ യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട്. പിന്നീട് പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ മുൻപും കൊടുക്കുന്നതിന് ശേഷവും നമ്മൾ pH ടെസ്റ്റ് ചെയ്യണം. 5 to 5.6 വരെ നമ്മൾ pH നിർത്താനായിട്ട് ശ്രമിക്കണം. ഇനി ഇതെല്ലാം മെഷർ ചെയ്ത് നമുക്ക് കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ ഒരു ക്രീം ആക്കി എടുക്കാൻ നോക്കാം. നമ്മൾ വാട്ടർ ഫേസും ഓയിൽ ഫേസും പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി വാട്ടർ നന്നായിട്ട് നമ്മൾ ഇൻഫ്യൂസ് ചെയ്യാൻ വെച്ചിരുന്ന സഫ്രോണിൻ്റെ വാട്ടർ അത് നന്നായിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക. അതിനുശേഷം സന്താൻകം അളന്നെടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഗ്ലിസറിൻ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ച് നേരം വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് അതവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ഓയിൽ ഫേസ് പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇനി ഓയിൽ ഫേസ് വേറൊരു പാത്രത്തിൽ നമ്മൾ റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഓയിൽ ഫേസും വാട്ടർ ഫേസും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വാട്ടർ നമ്മൾ അവിടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ സന്താൻകം ആഡ് ചെയ്തിട്ട്. ഇപ്പോൾ നോക്കുമ്പോൾ ഇതിൽ അത്ര ക്ലിയർ അല്ല, നമുക്ക് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിയതായിട്ട് കാണാം. ഇനി ഉപയോഗിക്കേണ്ടത് ഹാൻഡ് മിക്സർ അല്ല, ബ്ലെൻഡറാണ്. സൂപ്പിനൊക്കെ നമ്മൾ ഉപയോഗിക്കുമല്ലോ, അതുപോലെയുള്ള ബ്ലേഡാണ് വേണ്ടത്. കാരണം ഒലിവിയം 1000 കുറച്ച് ഹെവിയാണ്, അത് പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് ഇളക്കിയാലൊന്നും അത് വരില്ല.
അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ബ്ലേഡ് തന്നെ നമുക്ക് വേണം. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 60 to 70 ആണ്. അപ്പോൾ അത് നമ്മൾ ഉറപ്പ് വരുത്തണം ഓയിൽ നന്നായിട്ട് മെൽറ്റായി. അതുപോലെ നമ്മൾ ചൂടാക്കാൻ വെക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഇറക്കി വെക്കുക. വെള്ളം ആദ്യം വെക്കുന്നതാണ് നല്ലത്. കാരണം പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടും ഓയിലിന്, അത് പെട്ടെന്ന് മെൽറ്റാകും. കാരണം വളരെ കുറവ് ക്വാണ്ടിറ്റി അല്ലേ അതുള്ളൂ. അപ്പോൾ ഓയിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാട്ടർ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓയിൽ വെച്ചാൽ മതി. അങ്ങനെ രണ്ടും മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഓയിൽ വാട്ടറിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് എടുത്ത് പറയാനുള്ള കാരണം, നമ്മൾ ഒരു ഓയിലും വാട്ടറും കൂട്ടി യോജിപ്പിക്കുന്ന എമൽസിഫയർ നമ്മൾ മേടിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, അത് ഓയിൽ ഇൻ വാട്ടർ ആണോ വാട്ടർ ഇൻ ഓയിലാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കൂടിച്ചേരില്ല. 68, 69 ഒക്കെ ആയപ്പോഴേക്കും ഓൾറെഡി റെഡിയായി, ഓയിലൊക്കെ നന്നായിട്ട് മെൽറ്റായി. ഇനി ഇതിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഓയിൽ വാട്ടറിലേക്ക് ഒഴിക്കാൻ പോവുക. ഓയിൽ വാട്ടറിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒട്ടനടി നമ്മൾ ബ്ലെൻഡർ ഉപയോഗിക്കുക. ആ ചൂടൊന്ന് നന്നായിട്ടൊന്ന് കുറഞ്ഞു വരണം. ഒരു 50-55 ഡിഗ്രിയിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ ബ്ലെൻഡർ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച്, ഏതെങ്കിലും ഒരു ചെറിയൊരു ഹാൻഡ് മിക്സർ ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റേഞ്ചിൽ തന്നെ. പിന്നെ ഞാനത് മറ്റേ ടെമ്പറേച്ചർ നോക്കുന്ന ഇത് വെച്ചൊന്നും നോക്കിയില്ല, അല്ലാതെ തന്നെ ഏകദേശം ഒരു ചൂട് നമ്മൾ മനസ്സിലാക്കി ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ഇനി ഹാൻഡ് ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് നമ്മൾ ബ്ലെൻഡ് ചെയ്യരുത്, നിർത്തി ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് നിർത്തുക, എന്നിട്ട് ഹാൻഡ് കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, പിന്നെ ബ്ലെൻഡ് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ക്രീം ഇനി കൂളിംഗ് പീരീഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് മെഷർ ചെയ്യുക. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, pH ടെസ്റ്റ് ചെയ്യുക. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഏത് പ്രിസർവേറ്റീവ് ആണോ ആഡ് ചെയ്യണേ, അത് ഏത് pHലാണ് അത് വർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫിനോക്സിയത്തിനോളാണ് മിക്കവാറും നാട്ടിലുള്ളവർ യൂസ് ചെയ്യുന്നത്. അതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇത് 3 to 10 വരെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. pH ക്രീമിന് എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം, പ്രിസർവേറ്റീവ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം pH ടെസ്റ്റ് ചെയ്യുക. 5 to 5.6 എത്തുന്ന റേഞ്ചിൽ. pH ടെസ്റ്റിങ്ങിനെ പറ്റി അറിയാനോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് എങ്ങനെ ആഡ് ചെയ്യണം, അതിൽ pHൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുൻപ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതിനെപ്പറ്റി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണുക. പ്രിസർവേറ്റീവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ ആസ് യൂഷ്വൽ pH വളരെയധികം താഴെ പോയായിരുന്നു. അപ്പോൾ എനിക്കറിയാം അത് താഴെ പോകുന്നുള്ളത്. അപ്പോൾ ഞാനൊരു 7 to 8 ഡ്രോപ്സ് സോഡിയം ബൈകാർബണേറ്റ് ലായനി ആഡ് ചെയ്ത് കൊടുത്ത് pH നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, മോക്കുരമുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്രീമാണ്. ഞാനൊരാളുടെ മോക്കുരമുള്ള ആളുടെ മുഖത്ത് തന്നെ ഇപ്പോൾ ഒരാഴ്ചയിലേറെ ആയിട്ട് യൂസ് ചെയ്യുന്നു, പക്ഷേ മോക്കുരുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു ബ്രൈറ്റ്നസ് മുഖത്ത് കൊണ്ടുവരാനായിട്ട് ഇതിന് സാധിക്കും. മോക്കുരു പോലെയുള്ള സ്കിന്നിന് നമുക്ക് പല ടൈപ്പ് ആസിഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ക്രീമിൽ. അത് വളരെ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരും, മോക്കുരുകൾ കുറയ്ക്കുവാനും. അറ്റ് ദ സെയിം ടൈം മോക്കുരുള്ള സ്കിന്നാണെങ്കിൽ പോലും മോയ്സ്ചറൈസ് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഇറിറ്റേഷൻ കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവണം, കാരണം അതിൻ്റെ പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ലോ പെർസെൻറ്റേജിൽ തുടങ്ങണം. അപ്പോൾ അങ്ങനെയുള്ള ആസിഡ്സും വൈറ്റമിൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് നമ്മളിത് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനൊരു 3-4 വീഡിയോസായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. ബൈ.